ഈ പ്രപഞ്ചം ഒരു നാൾ അവസാനിക്കുമെന്നത് മാറ്റമില്ലാത്ത സത്യമാണ്. ഒരു വിത്തുപാകി അത് ചെടിയായി വളർന്ന് പൂവിട്ട് അവസാനം മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നത് പോലെ ഈ ലോകത്തിനും ഒരു തുടക്കവും ഒടുക്കവുമുണ്ട്. ഖിയാമത്ത് നാൾ എന്നത് കേവലമൊരു തകർച്ചയല്ല, മറിച്ച് അനശ്വരമായ മറ്റൊരു ജീവിതത്തിലേക്കുള്ള വലിയൊരു വാതിലാണ്. ആ വാതിൽ തുറക്കപ്പെടുന്നതിന് മുൻപ് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന മഹാസംഭവങ്ങൾ അക്കമിട്ട് നിരത്താനാവാത്ത വിധം പരസ്പര ബന്ധിതമാണ്. ലോകം അനീതിയാലും അക്രമത്താലും നിറയുന്നൊരു കാലത്താണ് ഈ മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ആ ഇരുളടഞ്ഞ വേളയെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ ഇമാം മഹദി ആഗതനാകും. അദ്ദേഹം ലോകത്ത് നീതിയും സമാധാനവും പുനഃസ്ഥാപിക്കും. എന്നാൽ ആ സന്തോഷത്തിനിടയിലാണ് വലിയൊരു പരീക്ഷണമായി വഞ്ചകനായ ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നത്. ദജ്ജാലിന്റെ കൺകെട്ട് വിധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയോടെ ഈസാ നബി ആകാശത്തുനിന്ന് ഇറങ്ങിവരും. അദ്ദേഹം ദജ്ജാലിനെ വധിക്കുകയും സത്യവിശ്വാസികൾക്ക് തണലാവുകയും ചെയ്യും. ഈസാ നബിയുടെ കാലഘട്ടത്തിൽ തന്നെ ലോകം മറ്റൊരു വലിയ വെല്ലുവിളിയെ നേരിടും. കാലങ്ങളായി തടവിലാക്കപ്പെട്ടിരുന്ന യാജൂജ് മാജൂജ് എന്ന ജനവിഭാഗം തടസ്സങ്ങൾ ഭേദിച്ച് പുറത്തുവരും. എണ്ണമറ്റ ആ ജനക്കൂട്ടം കടന്നുപോകുന്ന വഴിയിലെ ജലാശയങ്ങൾ കുടിച്ചു വറ്റിക്കുകയും കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും. മനുഷ്യർക്ക് അവരെ തടയാൻ കഴിയില്ലെങ്കിലും ഈസാ നബിയുടെ പ്രാർത്ഥനയാൽ അള്ളാഹു അവരെ ഇല്ലാതാക്കും. അതോടെ ഭൂമിയിൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു സുവർണകാലം നിലവിൽ വരും. എന്നാൽ ആ ശാന്തി അന്ത്യത്തിൻ്റെ തുടക്കം മാത്രമായിരിക്കും. പിന്നീട് പ്രകൃതി നിയമങ്ങൾ ഓരോന്നായി തെറ്റാൻ തുടങ്ങും. കിഴക്കുദിക്കേണ്ട സൂര്യൻ ഒരു പ്രഭാതത്തിൽ പടിഞ്ഞാറുത് ചേരും. അതോടെ പശ്ചാത്താപത്തിന്റെ കവാടങ്ങൾ എന്നേക്കുമായി അടക്കപ്പെടും. പിന്നീട് ഭൂമിയിൽ നിന്ന് അതിശയകരമായൊരു ജീവി പുറത്തുവന്ന് മനുഷ്യരോട് സംസാരിക്കുകയും വിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിക്കുകയും ചെയ്യും. പുകപടലങ്ങൾ ലോകത്തെ മൂടുകയും യമനിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അഗ്നി മനുഷ്യരെ ഒരു പ്രത്യേക ദിശയിലേക്ക് ഓടിക്കുകയും ചെയ്യും. ഒടുവിൽ ആ നിമിഷം വന്നെത്തും. അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഇസ്രാഫീൽ എന്ന മലയ്ക്ക് കാഹളത്തിൽ ആദ്യത്തെ ഊത്തൂതും. ആ ശബ്ദം ഒരു ഇടിമുടക്കം പോലെയല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ കണികകളെപ്പോലും പിടിച്ചുലയ്ക്കുന്ന ഒന്നായിരിക്കും. ആകാശങ്ങൾ കടലാസ് പോലെ ചുരുട്ടിപ്പെടും. നക്ഷത്രങ്ങൾ പ്രകാശം മങ്ങി ഉതിർന്നു വീഴും. ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ പഞ്ഞിപോലെ കാറ്റിൽ പറക്കും. ഗർഭിണികൾ തങ്ങൾ ചുമക്കുന്ന കുഞ്ഞിനെ മറന്നുപോകും. മുലയൂട്ടുന്ന ഉമ്മമാർ കുഞ്ഞുങ്ങളെ വലിച്ചെറിയും. സർവ്വജീവജാലങ്ങളും ആ ഭയാനകമായ ശബ്ദത്തിൽ ഇല്ലാതാകും. അള്ളാഹു എന്ന ഏകനായ രാജാവ് മാത്രം അവശേഷിക്കുന്ന നിശബ്ദതയുടെ ഒരു കാലം അവിടെ നിലനിൽക്കും. നീണ്ട വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ കാഹളം മുഴങ്ങും. അതോടെ ഭൂമി മറ്റൊന്നായി മാറും. മണ്ണിൽ അലിഞ്ഞു ചേർന്ന ഓരോ മനുഷ്യ ശരീരവും മഴ നനഞ്ഞ വിത്തുപോലെ മുളച്ചു പൊങ്ങും. എല്ലാവരും നഗ്നരായി പരിഭ്രാന്തരായി മഹ്ശറ എന്ന വിചാരണാ മൈതാനത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും. അവിടെ സൂര്യൻ തൊട്ടടുത്ത് നിൽക്കും. വിയർപ്പിൽ മുങ്ങി മനുഷ്യർ വിചാരണയ്ക്കായി കാത്തുനിൽക്കും. ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും ചെറിയ രഹസ്യങ്ങൾ പോലും വെളിവാക്കപ്പെടുന്ന വിചാരണാവേളയാണത്. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തമ്പുരാന്റെ നീതിക്ക് മുന്നിൽ ആർക്കും ഒന്നും ഒളിച്ചുവെക്കാൻ കഴിയില്ല. വിചാരണയ്ക്ക് ശേഷം ഓരോരുത്തരും തങ്ങളുടെ കർമ്മഫലങ്ങൾ കൈപ്പറ്റും. നരകത്തിന് മുകളിലൂടെയുള്ള നേർത്ത സിറാത്ത് പാലം കടക്കുക എന്നത് അവസാനത്തെ കടമ്പയായിരിക്കും. സത്യവിശ്വാസികൾ അവരുടെ പ്രകാശത്തിന്റെ സഹായത്തോടെ മിന്നൽ വേഗത്തിൽ ആ പാലം കടന്ന് സ്വർഗത്തിന്റെ മണമുള്ള കാറ്റിലേക്ക് പ്രവേശിക്കും. എന്നാൽ പാപഭാരമുള്ളവർ ആ പാലത്തിൽ നിന്ന് താഴെ കത്തുന്ന നരകാഗ്നിയിലേക്ക് വീഴും. അവിടെ മരണം പോലുമില്ലാത്ത അനന്തമായ ഒരു ജീവിതം ആരംഭിക്കുകയായി. ഇതാണ് മനുഷ്യകുലത്തെ കാത്തിരിക്കുന്ന ആ വലിയ യാഥാർത്ഥ്യം.